ഇനി ടോപ് ഡൺ സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ദുരിതകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമ്പാദ്യ സമാശ്വാസ തുക വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വന്നതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. കാലവർഷമെത്തി കടലിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ഉപജീവനത്തിനായി നൽകേണ്ട തുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുവദിക്കാത്തത്. വാർത്ത കാണാം. മെയ് മാസം അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ തുക വിതരണം ചെയ്തിട്ടില്ല. ജൂണിലും കിട്ടുമെന്നുറപ്പില്ല. 1.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുടെ നിക്ഷേപമാണ് സമയത്ത് കൊടുക്കാത്തത്. മഴക്കാലത്ത് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യം മുൻനിർത്തിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കിയത്. കേരള സർക്കാരുകളും മത്സ്യത്തൊഴിലാളികളും ചേർന്നുള്ള പദ്ധതിയാണിത്. മത്സ്യത്തൊഴിലാളി 1500 രൂപയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 1500 രൂപ വീതവുമാണ് അടയ്ക്കുന്നത്. ഈ 4500 രൂപ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായും കൊടുക്കുകയാണ് പതിവ്. എന്നാൽ മെയ് കഴിഞ്ഞിട്ടും കടലിൽ പോകുന്നവർക്ക് ഇത്തവണത്തെ ആദ്യ ഗഡു കിട്ടിയില്ല. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മാസം വറുതിയുടെ മാസങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം സർക്കാർ ഞങ്ങൾ തന്ന വിഹിതം 1500 അങ്ങോട്ട് മത്സ്യത്തൊഴിലാളി തന്നാണല്ലോ, ആ വിഹിതം കൊടുക്കാനുള്ളൊരു സന്മനസ് കാണിയാണ്. പിന്നെയുള്ള സർക്കാരിൻ്റെ ഇതിൻ്റെ പങ്കാളിത്തമുള്ള. അപ്പോൾ ഇത് സർക്കാരിൻ്റെ തന്നില്ല, ഞങ്ങൾ തന്നതും തന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ വിധം തന്നിട്ടില്ല. അപ്പോൾ ഇത് ഈ മേഖലയോട് കാണിക്കുന്ന കാര്യം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതി. ഒരു മേഖല വറുതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു കൈത്താങ്ങാൻ വേണ്ടി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇത് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. പക്ഷേ അതിനെപ്പോലും സമയബന്ധിതമായി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനായി പണിക്കിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാനുള്ളത്. പദ്ധതി ഫിഷറീസ് വകുപ്പാണ് നടപ്പാക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ഏപ്രിൽ വരെ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തവണകളായി 1500 രൂപ വാങ്ങി രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. ഈ വർഷം മാത്രം 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തു. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ്. വരുമാനമില്ലാതാവുകയും സമ്പാദ്യ തുക ലഭിക്കാതെ വരികയും ചെയ്തതോടെ പല കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. സ്കൂൾ തുറന്നതോടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് പലരും. കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിൽ അടിയന്തര സഹായമായി തൊഴിലാളികൾ നൽകിയ 1500 രൂപയെങ്കിലും തിരികെ നൽകിയില്ല എങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. ജീവിതം വഴിമുട്ടിയ മത്സ്യത്തൊഴിലാളികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. മെയ് മാസത്തിലാണ് ഇത് കിട്ടേണ്ടത്, ഈ പഞ്ഞമാസ കാശ്. മെയ് ഇപ്പോൾ ജൂണായില്ലേ, ജൂണായിട്ട് പോലും തന്നില്ല. സ്കൂൾ തുറക്കുന്ന സമയമല്ലേ, കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ. ഞങ്ങൾക്ക് പണിയില്ല, ഒരാഴ്ചയായിട്ട് വർദ്ധിക്കാലോ വരും. അപ്പോൾ ഈ പൈസ കിട്ടിയെങ്കിലും ഒരു ആശ്വാസമായിരുന്നു. ബാഗ് വാങ്ങണം, പുസ്തകം വാങ്ങണം, എത്ര രൂപ വേണം? ആകെ 1500 രൂപയാണ്. അത് കിട്ടിയെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. 2 കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്നത്. കപ്പലിൽ നിന്ന് കണ്ടെയ്നർ പറഞ്ഞ കാരണം ഞങ്ങൾ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിന് വില കിട്ടത്തില്ല, മത്സ്യവാരി എടുക്കത്തില്ല, കഴിക്കത്തില്ല എന്നൊക്കെയാണ് സർക്കാരിൻ്റെ നിയമവ്യവസ്ഥകൾ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 200 രൂപ വീതം കാറ്റിന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതും ഞങ്ങൾക്ക് ഇല്ലാണ്ടായി. ഇപ്പോൾ ഞങ്ങൾ 1500 രൂപ ഇത് അടച്ചിട്ടുണ്ട്, ക്ഷേമതി അടച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഡേറ്റ് കഴിഞ്ഞു, എന്നിട്ട് ഞങ്ങൾക്കത് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഭയങ്കര ദയനീയ ജീവിതത്തിലാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ കാശ് കിട്ടിയെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരാഴ്ചത്തെ കഞ്ഞിവെപ്പെങ്കിലും നടക്കാനുള്ള പണമാണ് കിട്ടാനുള്ളത്. അപ്പോൾ ആ വിധത്തിൽ കഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിക്കാൻ ഇപ്പോഴും ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. വാർത്തയുടെ വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകും. അജയ്, മഴയാണ്, അവർക്കും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴാണ് അവർക്ക് ഈ തിരിച്ചടി കൂടി ഉണ്ടാകുന്നത്. ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ അജയ്? മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത്. മത്സ്യബന്ധനത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കാലവർഷം എത്തിയ ഒരു ഘട്ടം കൂടിയാണ്. അതിനാൽ തന്നെ മത്സ്യബന്ധനം ഉൾപ്പെടെ ഇപ്പോൾ നടക്കാത്തൊരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യങ്ങൾ, അതായത് കടൽ മത്സ്യങ്ങൾ കഴിക്കരുത് എന്നുൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ ഇറങ്ങുന്ന ഘട്ടത്തിൽ അതെല്ലാം തന്നെ ഇവരെ വലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് ഇവർക്ക് സമാശ്വാസം, അതായത് ഇവരുടെ ജോലി കടലിൽ പോയി പണിയെടുക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ആ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട പൈസയാണ് ഈ സമാശ്വാസ തുക. ആ തുകയാണ് ഇപ്പോൾ ഇവർക്ക് നൽകാതിരിക്കുന്നത്. അത് കേവലമായി 4500 രൂപ മാത്രമാണത്. ഇവരുടെ പങ്ക് 1500 രൂപ. കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, 2 സർക്കാരുകളുടെ വിഹിതമായി 3000 രൂപ, അങ്ങനെ 4500 രൂപയാണ് ഇവർക്ക് നൽകേണ്ടത്. പക്ഷേ ഇതിൽ 1500 രൂപ ഇവരുടെ സമ്പാദ്യമാണ്. ആ സമ്പാദ്യമെങ്കിലും അടിയന്തരമായി നൽകണം
എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികളാകെ തന്നെ ആവശ്യപ്പെടുന്നത്. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, സ്കൂൾ തുറന്നിട്ടുണ്ട്. തീർച്ചയായും ആ പണമെങ്കിലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരുമായി ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പണം, അതായത് സംസ്ഥാന സർക്കാരിന് വിഹിതമായ 1500 രൂപ അടിയന്തരമായി തന്നെ നൽകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സമയബന്ധിതമായി നൽകുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കാലവർഷം എത്തിയോടുകൂടി തന്നെ ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇവരുടെ കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അടിയന്തരമായി കേരള സർക്കാരുകൾ അടിയന്തരമായി ഈ തുക അനുവദിച്ച് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്.